ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ 2017 പുറത്തിറങ്ങിയ കോൾഡ് സോൺ എന്ന ഡിസാസ്റ്റർ മൂവിയുടെ കഥയാണ്. ഒരു കൊടുങ്കാറ്റ്. ഈ ഒരു കൊടുങ്കാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വീശിയ സ്ഥലം മുഴുവൻ ഐസ് പോലെയാകും. ആകെ തണുത്ത് മരവിച്ച അവസ്ഥ. അത് മരങ്ങളായാലും മനുഷ്യനായാലും എന്തിന് ബിൽഡിങ്ങോ ആയാൽ പോലും തണുത്തു മരവിക്കും. ഇങ്ങനെയുള്ള ഒരു കൊടുങ്കാറ്റ് ഒരു രാജ്യത്ത് വീശുകയും ആ രാജ്യം മുഴുവന് ഐസായി മാറുകയും ചെയ്യുന്നു. ഇതിൽ നിന്നുമൊക്കെ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ രക്ഷപ്പെടും, അവർക്ക് എന്തു പറ്റി എന്നറിയാൻ കഥ കേൾക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ മഞ്ഞുമൂടിയ ഒരു പ്രദേശത്തുള്ള ഒരു കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ 3 പേരാണ് ജോലി ചെയ്യുന്നത്. അവർ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സിഗ്നൽ ടവറൊക്കെ പരിശോധിക്കുന്നു. അവൻ അതിന്റെ കണക്ഷനൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് അവൻ ദൂരെ ഒരു കാര്യം കാണുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച. അത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞുമല ഇളകി ഒരു കൊടുങ്കാറ്റ് പോലെ താഴേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രദേശം തകർക്കാനുള്ളത്ര ശേഷിയോടെ ഇവരുടെ നേർക്ക് പാഞ്ഞു വരികയാണ് ആ കൊടുങ്കാറ്റ്. ഇവന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അകത്തുള്ളവർ നിൽക്കുന്ന ആളുടെ അകത്തേക്ക് വരാൻ പറയുന്നു. അവൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടുന്നു. എന്നാൽ ഓടുന്നതിനിടയിൽ അവൻ കാൽ വഴുതി വീഴുന്നു. എന്നാൽ അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ കൊടുങ്കാറ്റ് അവിടെ എത്തിയിരുന്നു. ആ കൊടുങ്കാറ്റ് ശരീരത്തിൽ കൊണ്ടതും അവൻ ഐസ് പോലെയായി മാറുന്നു. ആകെ മരവിച്ച ഒരു മനുഷ്യരൂപം പോലെ. ഈ കാഴ്ച കണ്ട് ബാക്കിയുള്ളവർ ഞെട്ടിത്തരിച്ച് അവർ വേഗം ഓഫീസിന് ഉള്ളിൽ കയറി കഥ കടക്കുന്നു. അത്രയ്ക്ക് ശക്തിയുള്ള കാറ്റായിരുന്നു ആ കാറ്റ്. ആ കാറ്റടിക്കുന്ന സ്ഥലം മുഴുവനും ഐസായി മാറുന്നു. അതായിരുന്നു അന്നത്തെ പ്രധാന വാർത്ത. ഇപ്പോൾ വീശിയടിച്ച കാറ്റ് ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വളരെയധികം നാശനഷ്ടം ഈ കൊടുങ്കാറ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ കാറ്റ് എവിടെയൊക്കെയാണോ വീശിയത് അവിടെ മുഴുവനും ഐസായി മാറിയിട്ടുണ്ട്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഈ മഞ്ഞുകാറ്റ് വീശിയ സ്ഥലത്തേക്ക് താമസിക്കാനായി വരുന്ന ഒരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, ഒരു മകൻ അടങ്ങിയ ഒരു ചെറിയ ഫാമിലി. ജോർദൻ എന്നാണ് ആ പയ്യന്റെ പേര്. റോജർ എന്നാണ് അവന്റെ അച്ഛന്റെ പേര്. ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി. അവന്റെ അമ്മ ഒരു ഡോക്ടറാണ്. ഇപ്പോൾ അവരുടെ യാത്ര ക്ലെയർ എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ്. ക്ലെയർ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അങ്ങനെ അവർ ക്ലെയറിന്റെ വീട്ടിലെത്തി. ക്ലെയറിനെ കണ്ടപ്പോൾ തന്നെ ജോർദാന് അവളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവൻ ഈ സ്ഥലം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവന്റെ സുഹൃത്തുക്കളെ വിട്ടുവന്നതിലുള്ള വിഷമവും അവനുണ്ട്. അങ്ങനെ ഇവർ 4 പേരും ഒന്നിച്ചാണ് താമസം. വന്നത് മുതൽ തന്നെ ക്ലെയറും ജോർദാനും നല്ല കൂട്ടായി. അവൾ അവനെയും കൂട്ടി ആ പ്രദേശം മുഴുവനും ചുറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം റോജർ അയാൾ ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കാണുകയാണ്. കാലാവസ്ഥയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്. അങ്ങനെ ആ പ്രദേശം ചുറ്റിക്കാണുന്നതിന് ഇടയിൽ ഒരു കിളി മരിച്ച് ഐസായി കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരുപക്ഷെ ഇന്നലെ ഉണ്ടായ കൊടുങ്കാറ്റിൽ മരിച്ചതാവാം ഈ കിളി എന്ന് അയാൾ കരുതുന്നു. അങ്ങനെ ആ പക്ഷിയും എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവിടെ ഒരു വീട് റോജറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. കിം എന്ന വ്യക്തിയുടെ വീടായിരുന്നു ആ വീട്. അങ്ങനെ റോജർ ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും കിം അങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഇക്കഴിഞ്ഞ കൊടുങ്കാറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്തോ ദുരന്തം വരാനുണ്ട്. അതിന്റെ മുന്നറിയിപ്പാണ് ഈ കൊടുങ്കാറ്റ്. ഭൂമിയാകെ നശിച്ചുപോയി. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. ഈ രാജ്യം മുഴുവനും വിചാരിക്കണം. ഇതൊരു തണുപ്പ് കാലം കൊണ്ടുണ്ടായ കാറ്റല്ല, മറ്റ് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനായി കാലാവസ്ഥാ കേന്ദ്രത്തിലേക്ക് പോകാൻ അവർ തീരുമാനിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു കാലാവസ്ഥാ കേന്ദ്രം കണ്ടിരുന്നില്ലേ? അവിടേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചത്. എന്നാൽ അന്ന് വൈകുന്നേരവും അത്തരത്തിലൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു. ആ കാറ്റിന്റെ തണുപ്പ് കൊണ്ട് ആ പ്രദേശം മുഴുവനായി ഫ്രീസായി പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ റോജറും കിമ്മും കാലാവസ്ഥാ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുന്നു. കുറച്ച് ദൂരമുണ്ട് അവിടത്തേക്ക്. അങ്ങനെ അവർ അവിടെ എത്തുന്നു. എന്നാൽ മഞ്ഞുമൂടിയ അവസ്ഥയിലായിരുന്നു ആ പ്രദേശം. അങ്ങനെ അവർ രണ്ടുപേരും ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് കുറെ പ്രാവശ്യം ഉറക്കെ വിളിക്കുന്നു. ഒരു റെസ്പോൺസും ഇല്ലാത്തത് കൊണ്ട് അവർ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ കറണ്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് അടിച്ചിട്ടാണ് അവർ അവിടെ പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഒരു ഡെഡ് ബോഡി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മരിച്ച് ഫ്രീസായ രൂപത്തിലായിരുന്നു ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിനുള്ളിലേക്ക് കയറി വാതിലടിച്ചില്ലേ? അവരുടെ ഡെഡ് ബോഡി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കൊടുങ്കാറ്റ് ഓഫീസിനകത്തേക്കും കയറിയിരിക്കുന്നു. ആ തണുപ്പടിച്ചാണ് അവർ മരിച്ചത്. അങ്ങനെ റോജറും കിമ്മും കൂടി അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. ഇതേസമയം റോജർ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുറത്തുകൂടി പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ സിഗ്നൽ ടവറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെയും കൊടുങ്കാറ്റിൽപ്പെട്ട് മരിച്ച ഒരാളുടെ ഡെഡ് ബോഡി അദ്ദേഹം കണ്ടെത്തുന്നു. അത് നോക്കി നിൽക്കുമ്പോൾ മറ്റൊരു കാഴ്ച കണ്ട് റോജർ ആകെ ഞെട്ടുന്നു. കാരണം ആ കൊടുങ്കാറ്റ് വീണ്ടും വീശിയടിക്കുന്നു. അതും കണ്ടത് അയാൾ അപ്പോൾ തന്നെ ജീവനും കൊണ്ട് ആ ഓഫീസിനകത്തേക്ക് ഓടിക്കയറി അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പേപ്പറുകൾ കൂട്ടിയിട്ട് തീയിടാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എല്ലാം ഓക്കെയായി. റോജർ ഇത് കണ്ടിട്ട് ചുഴലിക്കാറ്റ് പോലെയുണ്ട്. സെക്കൻഡുകൾ വെച്ചിട്ടാണ് ഈ കാറ്റിന് മാറ്റം സംഭവിക്കുന്നത്. സ്പേസുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഇത്. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് അവർക്ക് രണ്ടുപേർക്കും യാതൊരു പിടിയുമില്ല. കാരണം ഇത്തരം ഒരു പ്രതിഭാസം അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എന്തിനേയും ഐസാക്കി മാറ്റും. ഈ കാറ്റ് കടന്നു പോകുന്ന സ്ഥലം മുഴുവനും ഫ്രീസായി മാറും. ഈ കൊടുങ്കാറ്റ് ഒരേ സമയം എല്ലായിടത്തും വീശുന്നു. ചിലപ്പോൾ ഓസോൺ പാളിയിലെ വിള്ളലാകാം ഇതിന് കാരണം. ഓരോ തവണ വരുമ്പോഴും കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. അതുമാത്രമല്ല
മാത്രമല്ല കാറ്റിന്റെ ദൈർഘ്യവും കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാറ്റ് അതിശക്തമായിരിക്കും. അതിന്റെ തീവ്രത വളരെ വലുതായിരിക്കും. തുടക്കത്തിൽ ഈ കാറ്റ് ദിവസത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് ദിവസത്തിൽ പലതവണ ഈ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്യുകയാണ്. അവർക്ക് ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ? അതിന് എന്താണ് വഴി അവർക്കറിയില്ല. ഇനി ഇപ്പോൾ ആകെ ചെയ്യാനുള്ളത് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അവർ പറയുന്നു. അന്ന് വൈകുന്നേരവും കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു. ആ കാറ്റ് ആ പ്രദേശം മുഴുവനും വിഴുങ്ങുന്നു. ഈ കൊടുങ്കാറ്റിനെ പറ്റി അറിയാത്ത സാധാരണ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഈ മഞ്ഞുകാറ്റിൽ മരിക്കുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ ജോർദാനും അവന്റെ അമ്മയുടെ കൂട്ടുകാരിയോട് ക്ലെയറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവളൊരു നല്ല കുട്ടിയാണ്, അവളെ എനിക്കറിയാം എന്ന് അമ്മയുടെ കൂട്ടുകാരി ജോർദാനോട് പറയുന്നു. പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നു. അപ്പോൾ തന്നെ ജനറേറ്റർ ഓൺ ചെയ്യുന്നു. ഈ സമയം ജോർദാന്റെ അമ്മ അവനോട് സംസാരിക്കാനായി അടുത്തു വന്നിരിക്കുന്നു. എന്നാൽ അപ്പോൾ ഒരു പേഷ്യന്റ് വരികയും അവർ ജോർദാന്റെ അമ്മയെ സഹായത്തിനായി വിളിക്കുന്നു. അങ്ങനെ ജോർദാന്റെ അമ്മ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഒരു ശവശരീരവുമായി വരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് വാട്സൺ എന്നാണ്. ആ മഞ്ഞു കൊടുങ്കാറ്റിൽ മരിച്ചയാളാണ് ഇദ്ദേഹം എന്ന് ഡോക്ടർ പറയുന്നു. ജോർദാൻ ആ ബോഡി അമ്പരപ്പോടെ നോക്കുന്നു. കാരണം ആ ശവശരീരം ആകെ ഫ്രീസായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ പേഷ്യൻസിനെ ഒക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ജോർദാന്റെ അമ്മ തന്റെ കൂട്ടുകാരിയായ നഴ്സിനോട് തന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിരുന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ വിളിച്ചിരുന്നില്ല എന്ന കൂട്ടുകാരുടെ മറുപടി കേട്ടപ്പോൾ ജോർദാന്റെ അമ്മയ്ക്ക് ആകെ ടെൻഷനാകുന്നു. ഇത് കണ്ട കൂട്ടുകാരി റോഡ്ജറിന് ഒന്നും പറ്റിക്കാണില്ല, അദ്ദേഹം ഇപ്പോൾ തന്നെ വരും എന്ന് ജോർദാന്റെ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവർ കുറച്ച് ആശ്വാസത്തോടെ പേഷ്യൻസിനെ നോക്കാൻ പോകുന്നു. ഇതേ സമയം റോഡി തയ്യാറാക്കുകയായിരുന്നു. അതിനായി ആദ്യം ഈ മഞ്ഞുകാറ്റ് എത്ര സമയം ഗ്യാപ്പ് വിട്ടിട്ടാണ് വരുന്നത് എന്നും ഈ മഞ്ഞുകാറ്റ് എത്ര സമയം നീണ്ടു നിൽക്കും എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അവർ ആ കൊടുങ്കാറ്റ് വരുന്നതിന്റെ വരവറിയാനും അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രത്യേക സിഗ്നൽ നൽകുന്ന ഡിവൈസ് അവരുടെ വാച്ചിൽ ഘടിപ്പിക്കുന്നു. അങ്ങനെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ കണ്ടെത്തിയതിനു ശേഷം റോഡ്ജർ പോകാൻ നേരം കിമ്മിനെയും തങ്ങളുടെ കൂടെ ഈ രാജ്യത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വിളിക്കുന്നു. എന്നാൽ കിം ആ ക്ഷണം നിരസിക്കുന്നു. അടുത്ത കൊടുങ്കാറ്റിൽ നീ മരിക്കും, ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ വാ എന്ന് റോഡ്ജർ കിമ്മിനോട് വീണ്ടും പറയുന്നു. എന്നാൽ കിം, ഞാൻ എന്തായാലും ഇവിടെ വിട്ട് വരുന്നില്ല, നീ എത്രയും പെട്ടെന്ന് നിന്റെ കുടുംബത്തെ ഈ വിവരം അറിയിക്കണം, എന്നിട്ട് അവരെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടൂ എന്ന് കിം പറയുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ ജോർദാനും അമ്മയും ഈ മഞ്ഞുകാറ്റിന്റെ വാർത്ത കാണുകയാണ്. 4 മില്യൺ മനുഷ്യർ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ വീടുകളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരെയും സഹായത്തിന് വിളിക്കാനോ മറ്റു കഴിയുന്നില്ല എന്നൊക്കെയാണ് വാർത്ത. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ജോർദാൻ അമ്മയോട് പറയുന്നു, ഞാൻ അച്ഛനെ അന്വേഷിച്ചു പോകുന്നു. എന്നാൽ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. അച്ഛൻ എവിടേക്കാണ് പോയതെന്ന് നിനക്കറിയില്ല, പിന്നെ നീ എവിടെ ചെന്ന് അന്വേഷിക്കും? അതുമാത്രമല്ല നീ എന്നെ വിട്ട് എങ്ങോട്ടും പോകരുത് എന്ന് അമ്മ അവനോട് അപേക്ഷിക്കുന്നു. അച്ഛൻ ഇപ്പോൾ തന്നെ വരുമെന്നും അവൾ അവനോട് പറയുന്നു. ഇതേസമയം റോഡ്ജർ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും കിമ്മിനെ തനിച്ചാക്കി തന്റെ ഫാമിലിയുടെ അടുത്തേക്ക് വരാനായി തിരിക്കുന്നു. റോഡ്ജറിന് നല്ല വിഷമമുണ്ട് കിമ്മിനെ തനിച്ചാക്കി വരുന്നതിൽ. പക്ഷേ എന്തു ചെയ്യാൻ, കിമ്മിന് അവിടെ വിട്ട് പോവാൻ മനസ്സിലായിരുന്നു. അങ്ങനെ റോഡ്ജർ വിഷമത്തോടെ തന്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോകുന്നു. കിം കാലാവസ്ഥാ കേന്ദ്രത്തിനകത്തുള്ള ഡിവൈസിൽ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോഡ്ജർ വരുന്ന വഴിക്ക് തന്റെ ഭാര്യയെ ഫോൺ വിളിക്കുന്നു. എന്നാൽ ഫോൺ സൈലന്റിലായതുകൊണ്ടും ക്ലിനിക്കിൽ നല്ല തിരക്കുള്ളതുകൊണ്ടും അവൾ ആ കോൾ കാണും. റോഡ്ജർ കിമ്മിനെ ഫോൺ വിളിച്ച് താൻ മഞ്ഞുകാറ്റ് വരുന്ന കാര്യം എന്റെ കുടുംബത്തിനെ അറിയിച്ചു എന്നും അവരെ ഞാൻ വാൺ ചെയ്തു എന്നും റോഡ്ജർ പറയുന്നു. അത് നന്നായി എന്ന് പറഞ്ഞ് കിം ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേസമയം ജോർദാൻ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ തന്റെ അമ്മയോട് പറയുന്നു. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ജോർദാന്റെ അമ്മ കൂടെയുള്ള സഹപ്രവർത്തകരോടും രോഗികളോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആരും ക്ലിനിക്ക് വിട്ടു പോകരുത് എന്നും അത് ആപത്താണ് എന്നും പറയുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇതത്ര കാര്യമായി എടുക്കുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ജോർദാന്റെ അമ്മ ആവുന്നത്ര പറയുന്നുണ്ട് ആരും പോകരുത്, ആപത്താണ് എന്നൊക്കെ. എന്നാൽ അവരുടെ വാക്കുകൾ ആരും തന്നെ കേൾക്കുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അവർ പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവരും ഒരു പേഷ്യന്റ് മാത്രമാണ് ഉള്ളത്. ഇതേസമയം റോഡ്ജർ തിരിച്ചു വരുന്നതിനിടയിൽ അടുത്ത മഞ്ഞുകാറ്റ് വരുന്നുണ്ട് എന്ന സിഗ്നൽ വാച്ചിൽ ഘടിപ്പിച്ച ഡിവൈസിൽ കാണിക്കുന്നു. ആ മഞ്ഞുകാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി റോഡ്ജറിന് ഒരു അഭയകേന്ദ്രം വേണം. എന്നാൽ അവിടെ എവിടെയും അത്തരത്തിലൊരു അഭയകേന്ദ്രം ഉണ്ടായിരുന്നില്ല. അങ്ങനെ റോഡ്ജർ അവിടെ ഉണ്ടായിരുന്ന ഒരു മഞ്ഞുകൂനിൽ വലിയ ദ്വാരമുണ്ടാക്കി അതിനകത്ത് കയറി ആ ദ്വാരത്തിന്റെ എൻട്രൻസ് മഞ്ഞുകൊണ്ട് തന്നെ മൂടുന്നു. അതിനുശേഷം അതിനകത്തൊരു മെഴുകുതിരി കത്തിച്ച് കൊടുങ്കാറ്റ് ശമിക്കാനായി റോഡ്ജർ കാത്തിരിക്കുന്നു. ആ കൊടുങ്കാറ്റ് അടിച്ചതും ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും ഫ്രീസാകുന്നു. അതുമാത്രമല്ല ചില്ലുപാത്രങ്ങൾ പോലെ കെട്ടിടങ്ങൾ ഒക്കെ തകർന്നു വീഴുന്നുമുണ്ട്. ഒരു സ്ത്രീ ജനാലയിലൂടെ ഒരു വലിയ അങ്ങനെ ആ കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ റോഡ്ജർ ആ മഞ്ഞുകൂനയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്ന് ഉറപ്പിച്ച് അയാൾ തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതേസമയം ക്ലിനിക്കിൽ ജോർദാൻ അവന്റെ അമ്മയോട് എനിക്ക് ക്ലെയറിന്റെ അടുത്തേക്ക് പോകണമെന്നും അവളെ രക്ഷിക്കണമെന്നും അവളെ നമ്മുടെ കൂടെ കൂട്ടണം എന്നൊക്കെ പറയുന്നു. എന്നാൽ അവന്റെ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. അവർക്ക് ക്ലെയറിനെ ഓർത്ത് സങ്കടമുണ്ട്. എന്നാൽ പുറത്തെ കാര്യം അത്രയ്ക്ക് ഭയാനകമാണ്. അപ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന നഴ്സ് വന്ന് അവസാനത്തെ പേഷ്യന്റും പോവുകയാണെന്ന കാര്യം ജോർദാന്റെ അമ്മയോട് പറയുന്നത്. അങ്ങനെ
അങ്ങനെ അവർ സങ്കടത്തോടെ ഡിസ്ചാർജ് പേപ്പർ ഒപ്പിടുകയും അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇടയിൽ ജോർദാൻ അമ്മയോട് പറയാതെ ക്ലെയറിന്റെ വീട്ടിലേക്ക് പോകുന്നു. സൈക്കിളിൽ സ്പീഡിൽ പോവുകയായിരുന്നു ജോർദാൻ. എന്നാൽ അവന്റെ പിറകെ ആ മഞ്ഞ് കൊടുങ്കാറ്റ് ഉണ്ടായിരുന്നു. ആവുന്നത്ര സ്പീഡിൽ ജോർദാൻ പോകുന്നുണ്ട്. ഇതേ സമയം ക്ലെയർ ഒറ്റയ്ക്ക് പിടിച്ച് ഒരു ബ്ലാങ്കറ്റ് മൂടി പുതച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോർദാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വിസിൽ ഉച്ചത്തിൽ ഊതുകയും ആ ശബ്ദം കേട്ട് ക്ലെയർ ഓടി വന്ന് വാതിൽ തുറന്നു. അപ്പോൾ തന്നെ ജോർദാൻ ഉള്ളിലേക്ക് ചാടി കയറി വാതിലടയ്ക്കുന്നു. എന്നാൽ ആ വാതിലിന്റെ ഇടയിലൂടെ ആ മഞ്ഞ് ഉള്ളിലേക്ക് തുളച്ചു കയറുന്നു. മഞ്ഞ് കൊള്ളുന്ന ഇടം മുഴുവനും ഫ്രീസായി മാറുകയാണ്. അങ്ങനെ ഫ്രീസാകുന്ന ഇടത്തിൽ നിന്നുമൊക്കെ അവർ മാറി മാറി പോകുന്നുണ്ട്. ഇതേ സമയം റോഡ്ജർ തനിക്കും കുടുംബത്തിനും രക്ഷപ്പെടാൻ വേണ്ടി ഒരു വലിയ ട്രക്ക് വേണം. അത് അന്വേഷിച്ച് ഒരു സ്ത്രീയുടെ ഷോപ്പിലെത്തുന്നു. എന്നാൽ അതേസമയം അടുത്ത മഞ്ഞുകാറ്റ് വരാനായി എന്ന സിഗ്നൽ അദ്ദേഹത്തിന്റെ വാച്ചിൽ കാണിക്കുന്നു. അപ്പോൾ തന്നെ റോഡ്ജർ ആ ഷോപ്പ് ഓണറായ സ്ത്രീയെയും കൊണ്ട് ഒരു പ്രത്യേകതരം മുറിയിലേക്ക് കയറുന്നു. ശേഷം അവിടെ സംഭവിക്കുന്നതിനെ കുറിച്ച് ആ സ്ത്രീയോട് പറയുന്നു. ആദ്യം അവൾ ഭയത്തോടെയാണ് കേട്ടതെങ്കിലും എന്നാൽ കാര്യം മുഴുവൻ കേട്ടതിന് ശേഷം നമുക്കിതിനെ ധൈര്യത്തോടെ നേരിടണമെന്ന് അവൾ പറയുന്നു. അങ്ങനെ കൊടുങ്കാറ്റ് തീരുവോളം അവർ ആ മുറിയിൽ കഴിയുന്നു. അങ്ങനെ കൊടുങ്കാറ്റിന് ശേഷം അവർ മുറിയുടെ പുറത്തേക്ക് വരുന്നു. ഇതേ സമയം കിമും കൊടുങ്കാറ്റ് ചെറുക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. ആ ഷോപ്പ് ഓണറും റോഡ്ജറും കൂടി ട്രക്കൊക്കെ സെറ്റ് ചെയ്ത് ക്ലിനിക്കിലേക്ക് വരുന്നു. എന്നാൽ ക്ലിനിക്കിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ജോർദാൻ അവിടെ ഇല്ല എന്ന കാര്യം. ജോർദാൻ ക്ലെയറിന്റെ വീട്ടിൽ ഉണ്ടാവുമെന്ന് അമ്മ പറയുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂട്ടി നമുക്ക് രക്ഷപ്പെടാം, റോഡ്ജർ പറയുന്നു. ശേഷം എല്ലാവരും വണ്ടിയിലേക്ക് കയറാൻ പോകുന്നു. എന്നാൽ കൂട്ടുപോയില്ല. അവസാനം റോഡ്ജറിന്റെ ഭാര്യ സങ്കടത്തോടെ ആ നേഴ്സിനോട് യാത്ര പറയുന്നു. റോഡ്ജറും ആ ഷോപ്പ് ഓണറായ സിയോൺ എന്ന സ്ത്രീയും ട്രക്ക് ഓടിച്ച് ക്ലെയറിന്റെ വീടിന്റെ മുന്നിലെത്തുന്നു. അപ്പോൾ തന്നെ ജോർദാന്റെ അമ്മ ചാടി ഇറങ്ങി വാതിൽ തള്ളി തുറന്ന് ജോർദാനെയും ക്ലെയറിനെയും അന്വേഷിക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും തീകായുന്ന അടുപ്പിന് താഴെ കട്ടിയുള്ള ബ്ലാങ്കറ്റ് പുതച്ച് അവർ രണ്ടുപേരും കിടപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും റോഡ്ജറും ഭാര്യയ്ക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ വളരെ ടെൻഷനോട് കൂടി ജോർദാന്റെ അമ്മ അവരെ വിളിക്കുന്നു. അമ്മയുടെ ശബ്ദം കേട്ടതും അവർ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. റോഡ്ജറിന്റെ ഭാര്യ സന്തോഷം കൊണ്ട് മകനെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടരുന്നു. എല്ലാവർക്കും ഈ രാജ്യം എങ്ങനെയെങ്കിലും വിടണം എന്ന ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ റോഡ്ജറിന്റെ വാച്ചിൽ അടുത്ത മഞ്ഞുകാറ്റ് വരാറായി എന്ന സിഗ്നൽ കാണിക്കുന്നു. അങ്ങനെ അവർ എല്ലാവരും ട്രക്കിന്റെ ബാക്കിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ആ മഞ്ഞുകാറ്റ് പോയതിനു ശേഷം അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ കണ്ട കാഴ്ച റോഡിലുണ്ടായിരുന്ന എല്ലാവരും ഫ്രീസായി മരിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ, രോഗികൾ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും മരിച്ചിരിക്കുന്നു. അവർക്കൊന്നും ഈ കൊടുങ്കാറ്റിനെ കുറിച്ച് ധാരണ ഇല്ലായിരുന്നു. ഇതൊക്കെ കണ്ട് സങ്കടത്തോടെയും ഭയത്തോടെയും അവരെല്ലാവരും വീണ്ടും ട്രക്കിനകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് വണ്ടിയിൽ ഗ്യാസ് കുറവാണ് എന്ന കാര്യം റോഡ്ജർ ശ്രദ്ധിച്ചത്. വേഗം നമുക്ക് എയർപോർട്ടിലെത്തണം, അവിടെ നിന്നും ഹെലികോപ്റ്റർ എടുത്ത് രക്ഷപ്പെടണം. അതിനായി എത്രയും പെട്ടെന്ന് തന്നെ ആ വലിയ പാലം ക്രോസ് ചെയ്യണം. കാരണം അടുത്ത മഞ്ഞുകാറ്റ് ഉടനെ തന്നെ ഉണ്ടാകും. അത് വരുന്നതിന് മുമ്പ് ആ പാലം ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളും ഈ ദുരന്തത്തിൽ പെട്ടുപോകും എന്ന് റോഡ്ജർ സിയോണിനോട് പറയുന്നു. ഇത് കേട്ട് ഭയന്ന സിയോൺ ധൈര്യം സംഭരിച്ച് എനിക്ക് ആ ഡ്രൈവിംഗ് സീറ്റ് തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ മഞ്ഞുകാറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും നിങ്ങളുടെ ഫാമിലിയും ഈ ദുരന്തത്തിൽ പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരും തന്നെ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ആ പാലം ക്രോസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പിന്നിൽ ഇരുന്നോളൂ എന്ന് സിയോൺ പറയുന്നു. എന്നാൽ റോഡ്ജർ ഇതിന് സമ്മതിക്കുന്നില്ല. അവസാനം സിയോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി റോഡ്ജർ ഡ്രൈവിംഗ് സീറ്റ് അവൾക്ക് വിട്ടു നൽകുന്നു. റോഡ്ജർ പുറകിലേക്ക് പോയി കുറെ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ടുവന്ന് സിയോണിന് കൊടുക്കുന്നുണ്ട്. അവൾ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതിനുശേഷം അവൾ റോഡ്ജറിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ റോഡ്ജർ പിറകിലേക്ക് പോയിരിക്കുന്നു. അവൾ ട്രക്ക് മുന്നിലേക്ക് ഓടിക്കുന്നു. കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ അടുത്ത കൊടുങ്കാറ്റിനുള്ള സിഗ്നൽ റോഡ്ജറിന്റെ വാച്ചിൽ കാണിക്കുന്നു. അവരെല്ലാം ബ്ലാങ്കറ്റ് എടുത്ത് പുതയ്ക്കുന്നു. സിയോണും അവിടെ ഉണ്ടായിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് പുതയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ധൈര്യപൂർവ്വം പാലം കടക്കാനായി ട്രക്ക് സ്പീഡിൽ ഓടിക്കുന്നു. എന്നാൽ അപ്പോഴത്തേക്കും കൊടുങ്കാറ്റ് എത്തിയിരുന്നു. ആ കൊടുങ്കാറ്റ് ട്രക്കിനെ ആകെ വിഴുങ്ങി. എന്നാലും സിയോൺ കഷ്ടപ്പെട്ട് ആ ട്രക്ക് ഓടിക്കുന്നുണ്ട്. അവൾ ആകെ തളർന്നിരിക്കുകയാണ്. എങ്കിലും അവൾ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ട്രക്ക് ഓടിച്ച് ആ പാലം ക്രോസ് ചെയ്യുന്നു. അവൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോഴും കൊടുങ്കാറ്റ് അവസാനിച്ചിരുന്നില്ല. അവൾ തല താഴ്ത്തി അവിടെ തന്നെ കിടക്കുന്നു. മഞ്ഞുകാറ്റ് പോയതിനു ശേഷം റോഡ്ജർ വാതിൽ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഓടി ഡോർ തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഫ്രീസായ സിയോണിനെയാണ്. എല്ലാവർക്കും വളരെയധികം സങ്കടമാകുന്നു. ശേഷം അവർ എയർപോർട്ടിലേക്ക് ഓടുന്നു. അവിടെ ഒരു ചുവന്ന ഹെലികോപ്റ്റർ അവർ കാണുന്നു. അതിനെ ഒരു വള്ളി കെട്ടി ശക്തിയായി പുറത്തേക്ക് വലിക്കുന്നു. എന്നാൽ ഇതേ സമയം അടുത്ത മഞ്ഞുകാറ്റ് വരുന്നത് അവർ കാണുന്നു. വേഗത്തിൽ തന്നെ അവരെല്ലാവരും ഹെലികോപ്റ്ററിനകത്ത് കയറി ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ആ മഞ്ഞുകാറ്റ് അവരെ വിഴുങ്ങിയിരുന്നു. അവർക്ക് ഒന്നും തന്നെ കാണാൻ പറ്റിയിരുന്നില്ല. എന്നാൽ കഷ്ടപ്പെട്ട് അവർ ഹെലികോപ്റ്റർ പറപ്പിച്ചു. ആ മഞ്ഞുകാറ്റിനെ അതിജീവിച്ച് ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർന്നു. സന്തോഷവും സങ്കടവും പ്രതീക്ഷയും ഒക്കെ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു. അവർ പറന്നുയരുമ്പോൾ താഴെ കൊടുങ്കാറ്റ് നാശം വിധിച്ച് വീശുകയാണ്. ആ കൊടുങ്കാറ്റിൽ ആ രാജ്യമാകെ തകർന്നു തരിപ്പണമായി. ഈ കാഴ്ചകളൊക്കെ അവർ ആ ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണുകയാണ്. അങ്ങനെ അവർ ആ രാജ്യം വിട്ട് സുരക്ഷിത സ്ഥലത്തേക്ക് പറന്നുപോയി. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.